പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടെ തന്നതിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. വേദപുസ്തകത്തിൽ യെശയ്യാവ് 26 അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ആശ്രയം ആരിലാകുന്നു? മനുഷ്യരിലാണോ നിന്റെ ആശ്രയം? അതോ ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന സമ്പത്തിലാണോ നീ ആശ്രയിച്ചിരിക്കുന്നത്? അതോ സർവശക്തനായ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച നിന്റെ സൃഷ്ടാവിനെയാണോ നീ ആശ്രയം വച്ചിരിക്കുന്നത്? നോക്കിയേ, മനുഷ്യരിൽ നീ ആശ്രയിക്കുന്നുവെങ്കിൽ അവരൊക്കെ നിന്നെ ഒരു നാൾ തള്ളിക്കളഞ്ഞിട്ട് പോകും. അതുപോലെ സമ്പത്തിലാണ് നീ ആശ്രയം വച്ചിരിക്കുന്നതെങ്കിൽ അവയെല്ലാം ഈ ഭൂമിയിൽ നശിച്ചു പോകും. ദൈവത്തിലാണ് നീ ആശ്രയം വയ്ക്കുന്നതെങ്കിൽ ഒരിക്കലും ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല. വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, ദൈവത്തിൽ ആശ്രയം വച്ചിരിക്കുന്ന വ്യക്തിയെ ദൈവം പൂർണ്ണ സമാധാനത്തിൽ കാക്കും. നിന്റെ ജീവിതത്തിൽ നേറുന്ന വേദനകളായിരിക്കാം, ആരോടേലും ഒന്ന് ഷെയർ ചെയ്യണമെന്നായിരിക്കാം നീ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, എല്ലാം ഒന്നും ആരോടും ഷെയർ ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ ദൈവത്തോട് നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം. കാരണം ദൈവം വിശ്വസ്തനാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ ഒരു നാളും എൻ്റെ ദൈവം തള്ളിക്കളയത്തില്ല. നിന്റെ മക്കളുടെ വിഷയത്തെ ഓർത്താണോ നീ വിഷമിക്കുന്നത്? ദൈവത്തോട് സംസാരിക്കാൻ നീ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാറ്റിനും ഒരു മാറ്റം തരുവാൻ ദൈവം സർവശക്തനാണ്. ദൈവം ശാശ്വതമായൊരു പാറയാണ്. അവനിൽ എന്നേക്കും ആശ്രയം വയ്ക്കുവിൻ. ദൈവത്തിലാണ് നീ ആശ്രയം വയ്ക്കുന്നതെങ്കിൽ ഒരിക്കലും ഒരിടത്തും നീ ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കില്ല. വേദപുസ്തകം ധ്യാനിക്കുമ്പോൾ ഇയ്യോബ് എന്നൊരു ദൈവഭക്തനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇയ്യോബിന്റെ ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും സന്തോഷവും എല്ലാം ഉണ്ടായിരുന്നു. അതോടൊപ്പം ഇയ്യോബ് എല്ലാറ്റിനേക്കാളും ദൈവത്തിൽ ആശ്രയം വച്ചിരുന്നു. പിന്നത്തേതിൽ ഇയ്യോബിന്റെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെടുവാനിടയായി. തന്റെ മക്കൾ നഷ്ടമായി, അതോടൊപ്പം തന്റെ സമ്പത്തും. എന്നിട്ടും ഇയ്യോബ് ദൈവത്തെ തള്ളിപ്പറയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാതെ സർവശക്തനായ ദൈവത്തിൽ വിശ്വസിച്ചു. ഇയ്യോബിന്റെ ഉള്ളങ്കാൽ മുതൽ നെറുകെ വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. എന്നിട്ടും ഇയ്യോബ് അതൊന്നും വകവയ്ക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചു. ഇയ്യോബിന്റെ ഭാര്യ ഇയ്യോബിനോട് പറഞ്ഞു, നീ ദൈവത്തെ തള്ളിപ്പറഞ്ഞു മരിച്ചു കളയുവാൻ. അപ്പോഴും ഇയ്യോബ് ദൈവത്തെ തള്ളിപ്പറയാതെ ഏറ്റുപറയുവാനിടയായി. ദൈവമെല്ലാം തന്നു, ദൈവമെല്ലാം എടുത്തു എന്ന് ഇയ്യോബ് തന്റെ ഭാര്യയോട് പറയുവാനിടയായി. പക്ഷേ അവിടെ ദൈവം ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇയ്യോബിനെ കൈവിടാതെ സംരക്ഷിച്ചു. പ്രിയരെ, ഇതൊക്കെ വെച്ച് നോക്കിയാൽ ഇന്ന് നിന്റെയും എന്റെയും ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അത്ര വലിയതൊന്നുമല്ല. ഇതൊക്കെ ഈ പ്രശ്നത്തിന്റെ നടുവിലും നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി മാറുക. ഈ സെക്കൻഡ് മുതൽ നിന്റെ ആശ്രയം യേശുവിലായിരിക്കട്ടെ. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നോക്കിയേ, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരാരും തന്നെ ഇല്ല. എല്ലാവരുടെ ജീവിതത്തിലും പല രീതിയിലും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ നമുക്ക് ജയിക്കാൻ കഴിയുകയില്ല. യേശുവിൽ ആശ്രയം വച്ചാൽ നിശ്ചയമായും ആ പ്രശ്നത്തിന്റെ നടുവിൽ ഒരു ജയമുണ്ട്. പരിശുദ്ധ പിതാവേ, ഈ ജനങ്ങൾ അങ്ങയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുവാൻ അവരുടെ മേൽ അങ്ങ് കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ തള്ളിപ്പറയാതെ ഓരോ സെക്കൻഡിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി മാറട്ടെ. കേട്ട വചനം അവരുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ എഴുതപ്പെടട്ടെ. അതിൽ പ്രകാരം ജീവിക്കുവാൻ ഈ പൈതങ്ങൾ അങ്ങ് സഹായിക്കണമേ, ശക്തിപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.